അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഈ ഞായറാഴ്ച. അവസാന ഞായറായതുകൊണ്ട് തന്നെ രാവിലെ തന്നെ പള്ളിയിൽ പോയി ഓലയൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിശപ്പായിരിക്കും ഇങ്ങോട്ടേക്ക്. എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഉണ്ടാക്കി വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായി. തന്നെ പക്ഷെ ആരുമില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കണം. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ തമ്മിത്തല്ലി ദോശയും കറിയൊക്കെ ഉണ്ടാക്കി. അമ്മയ്ക്ക് സാമ്പാർ വേണം, സാമ്പാറിന് പീസ് വരിപ്പില്ല, പിന്നെ ഇങ്ങനെ ഉണ്ടാക്കും. അമ്മയായിരുന്നു ഇന്നലെ അരച്ചത്. അതിൻ്റെ കുഴപ്പമാണോ ചട്ടിയുടെ കുഴപ്പമാണോ 10 കൊല്ലമായി നോൺ സ്റ്റിക്കിൻ്റെ പാൻ വാങ്ങിച്ചിട്ട് എന്തോ ദോശ അങ്ങോട്ട് ശരിയായി വരുന്നുണ്ടായിരുന്നില്ല. അവസാനം എങ്ങനെയൊക്കെ ചുട്ട് ഞങ്ങൾ കഴിച്ചു. ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മുടെ ധന്യച്ചേച്ചിനോട് പ്രത്യേകം പറഞ്ഞു തന്നു, ചേച്ചി വന്യ കാരണം ഈ കിടക്കുന്ന സ്റ്റോക്കൊക്കെ ഒന്ന് ചെയ്ത് തീർക്കാനായിട്ട്. അപ്പോൾ ആ വീഡിയോയിൽ കാണിച്ചില്ല, അതാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. പക്ഷേ ഇത് ചെയ്യാൻ ഭയങ്കര പാട്. ഓർഗൻസ മെറ്റീരിയലേ മടക്കി അടിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരുവിധം എങ്ങനെയോ നമ്മൾ ഫ്യൂസിങ് ടേപ്പൊക്കെ വെച്ചിട്ട് സെറ്റാക്കി. ഞാൻ ഇടയ്ക്ക് ഒന്നും ഇല്ലല്ലോ ദൈവം, ഇന്ന് ഉച്ചയ്ക്ക് എന്ത് കഴിക്കുമെന്ന് ആലോചിച്ച് ചെന്നപ്പോഴാണ് നമ്മുടെ അപ്പൻ ഈ കായൽ മീൻ ഇങ്ങനെ വല വീശി പിടിക്കണം അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടി അമ്മ വേഗം കറി വെക്കണം കണ്ടപ്പോൾ ഞാൻ ഒന്നും കൂടി നല്ലപോലെ സഹായിച്ച് കൊടുത്ത് എല്ലാം ഒരുക്കി കൊടുത്തിട്ട് പിന്നെയും നഴ്സിനെ സഹായിക്കാനായിട്ട് മുകളിലോട്ട് വന്നു. കുറച്ചധികം പരിപാടികളുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഡ്രസ്സ് ബാക്ക് ആണെങ്കിൽ ഇച്ചിരി കയറിപ്പോയ ബാക്ക് കയറിയിരിക്കണനൊക്കെ ആയിരുന്നു. അവർ വന്നിട്ട് നല്ലപോലെ കയറിയിരിക്കുന്നു. അപ്പോൾ അത് കുറച്ചിട്ട് വരാൻ അവരൊന്ന് ടൗൺ ഇപ്പോൾ കറങ്ങിയിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മളത് റെഡിയാക്കി വെച്ചു. അങ്ങനെ ഞാൻ വേഗം വന്ന ഭക്ഷണമൊക്കെ വെച്ച് 4 മണിയായി. നഴ്സ് ഇതുവരെ കഴിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഞായറാഴ്ച.